എല്ലാവർക്കും കുക്ടെക്കിൻ്റെ ഒരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു സ്റ്റാച്യു ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് വേൾഡിലെ ടോളസ്റ്റ് സ്റ്റാച്യു. അതായത് 182 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്, 597 ഫീറ്റ്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കേവേഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിലാണ്. ആക്ച്വലി ഈ ഗ്രാമത്തിൻ്റെ പേര് ഇപ്പം അതല്ല, അത് മാറ്റിയിട്ട് ഏകതാ നഗർ എന്നാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഇമേജ് തന്നെ ഏകതാ നഗർ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായത് ഇത് വന്നതുകൊണ്ട് ഈ ഗ്രാമത്തിലുള്ള ഒരുപാട് പേർക്ക് തൊഴിലവസരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പിങ്ക് ഓട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെയുള്ള സ്ത്രീകളാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഓട്ടോ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് വരുന്ന ആളുകളെ അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ അവിടെ ഇത് മാത്രമല്ല, അവിടെ ഒരു സൂ തുടങ്ങിയിട്ടുണ്ട്, അതേപോലെ ബട്ടർഫ്ലൈ പാർക്ക് തുടങ്ങിയിട്ടുണ്ട്, പിന്നെ അതുപോലെ ഒരുപാട് പാർക്കുകളും പരിപാടി, ഡൈനോ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇതിനോട് ചുറ്റിപ്പറ്റി 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അറിയാൻ കഴിഞ്ഞത് ഒരു ഡാം അവിടെ ക്രിയേറ്റ് ചെയ്തു. അതുള്ളതാണോ അതൊന്ന് കൂടുതൽ അന്വേഷിക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരാൾ പറഞ്ഞത് അതവിടെ റീക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണെന്നാണ്. അപ്പോൾ ഇതിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഇത് തിങ്കളാഴ്ച ഇത് ഓപ്പൺ അല്ല. അപ്പോൾ ഇതിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പോയത് വഡോദരയിൽ നിന്ന്, വഡോദര ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഏകതാ നഗറിലേക്ക് ബസ് കിട്ടും. ഇത് കറക്റ്റ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ മുന്നിൽ പോയി ഇറങ്ങും. അപ്പോൾ നമുക്കത് AC ബസ്സും അല്ലാത്ത ബസ്സും ഒക്കെ അവൈലബിൾ ആണ്. ബുക്ക് ചെയ്ത് പോകാം, അല്ലാതെയും പോകാം. അത് വലിയ ചാർജൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യൻ ചരിത്രം, അത് ഇത് എല്ലാത്തിനും ഉപരി ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളൊരു സംഭവമാണ്. ഒരു എൻജിനീയറിങ് പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇതിൽ ഹെഡ് ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഡെമോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം എങ്ങനെയാണ് ചെയ്തെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും വലിയൊരു സംഭവം എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇത് സിമൻ്റാണോ മെറ്റലാണോ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇങ്ങനൊരു വീഡിയോയുടെ പ്ലേ ആവും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തെടുത്ത്. ഇത് ആക്ച്വലി ഒരു ട്വിൻ ടവറാണ്. അപ്പോൾ അതിൽ പിന്നെ ബോഡി വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ടവറിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി നമ്മൾ നിൽക്കുന്നതും നമ്മൾ ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതും. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് തോന്നിയത് ഓരോ മെറ്റൽ പീസുകളാണ്. ഈ മെറ്റൽ പീസുകൾ വെച്ചിരിക്കുന്നത് ഒരു സസ്പെൻഷൻ സിസ്റ്റം പോലത്തെ അങ്ങനത്തെ ഒരു നല്ല രസമുള്ളൊരു എൻജിനീയറിംഗ് പരിപാടി ഇതിൽ കാണാൻ പറ്റി. അത് കാണാൻ വേണ്ടിയുള്ള കുറേ പോർഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് കയറി പോകാൻ പറ്റും. ഏറ്റവും മുകളിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഉള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഓരോ ഇന്ത്യയുടെ കുറേ കൾച്ചർ പരിപാടിയൊക്കെ കാണിക്കുന്ന പല ഏറ്റവും അടിയിൽ കുറേ സ്റ്റോളുകൾ പോലത്തെ സെറ്റപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിലൊന്ന് ചെയ്യാം. പക്ഷെ എനിക്ക് മൊത്തത്തിൽ തോന്നിയത്, ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസിൽ എന്തൊക്കെയോ ഒരു സുഖമില്ലായ്മയ്ക്ക് തോന്നുന്നുണ്ട്. അത് ബുദ്ധിമുട്ടായതുകൊണ്ടാവാം മേ ബി അങ്ങനത്തെ ഇത്രയും വലിയൊരു സ്റ്റാച്യു പെയിൻ്റ് അടിച്ച് കൊണ്ടു നടക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അത് ഇതാക്കും. പക്ഷേ ഭയങ്കരമായിട്ട് വെള്ളപ്പാടൊക്കെ വന്നിട്ട്
നമുക്ക് ആ ഫേസിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വൈറ്റ് ഇതൊക്കെ വന്ന് ഒരു വൃത്തികേട് അവിടെ ഫീൽ ചെയ്തു. പക്ഷേ നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ പാർക്കിംഗ് ഫെസിലിറ്റി, വലിയൊരു പാർക്കിംഗ് ഫെസിലിറ്റി, അതായത് ഇവർ മുൻകൂട്ടി കണ്ടിരിക്കുകയാണ് ഇവിടെ ആളുകൾ വരും, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പാർക്കിംഗ് വേണം, ബസ് സ്റ്റോപ്പുകൾ വേണം, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ട് രാത്രി. അപ്പോൾ ലൈറ്റ് ഷോന് ഇരിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, പിന്നെ ഗാർഡൻ ഉണ്ട്. മൊത്തത്തിലൊരു ഇൻ്റർനാഷണൽ ലെവലിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അപ്പോഴും എനിക്കൊരു അഭിപ്രായമുള്ളത് അതെന്തുകൊണ്ട് ആ ഒരു സ്റ്റാച്യു കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത്. അത് തൊട്ടടുത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മെയിൻ്റനൻസിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിപ്പോൾ എന്തെങ്കിലും ആ മെറ്റീരിയലിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആവാം, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് മാത്രമാണ് എനിക്കിതിൽ നെഗറ്റീവ് തോന്നുന്നത്. പക്ഷേ ഇതൊരു എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് പേർക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്കൊരുപാട് അതുകൊണ്ട് ഇൻകം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ അധികം തിരക്കൊന്നുമില്ല, രാവിലെ അത്ര തിരക്കില്ല. ഞങ്ങൾ അറിഞ്ഞത് ഇതാ ലൈറ്റ് ഷോൻ്റെ സമയത്താണ് ഇവിടെ തിരക്ക് എന്നുള്ളതാണ്. പക്ഷേ ഹോട്ടൽ പരിപാടി അങ്ങനെ സംബന്ധിച്ച് എനിക്ക് വലിയ സംഭവമായിട്ട് അവിടെ തോന്നിയില്ല, കാരണം അവിടെ ഒന്നും വന്നിട്ടില്ല. പിന്നെ അവിടെ ഉള്ളത് ഇപ്പോൾ ഈ സ്റ്റാർബക്സ് അങ്ങനെയുള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടികളാണ്. പിന്നെ ഇത് നേരെ ഓപ്പോസിറ്റ് ഒരു ധാബുണ്ട്, അത് മാത്രമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.